ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും ഈ ഒരാളെയും കണ്ടപ്പോൾ ഒക്കെ തോന്നിയിട്ടുണ്ടാവും ഞാൻ എവിടെ ഉള്ളത് എന്നുള്ളതല്ലേ. അപ്പോൾ ഗൈസ്, ഞാനിന്ന് സിനുവിൻ്റെ വീട്ടിലാണ് ഉള്ളത്. ഞാനെന്തായാലും എനിക്ക് ഇങ്ങനെ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും എനിക്ക് മോളെ കാണാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ മോളെ കാണാൻ വേണ്ടി എത്രയോ കിലോമീറ്ററുകൾ താണ്ടി വരാറാണ് ഗൈസ് അല്ലേ. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു ടാസ്ക്കാണ്. കാരണം എന്താ വെച്ചാൽ റോഡ് മോശമാണ്, നല്ല ബ്ലോക്കാണ്, മഴയാണെങ്കിൽ പോലും എനിക്ക് കാണാതിരിക്കാൻ പറ്റൂല. അപ്പോൾ എന്തായാലും മോളെ കണ്ടു. ഞാൻ വരുന്ന ദിവസമൊന്നും കുട്ടി ഉറങ്ങൂല, അല്ലാത്ത ദിവസമൊക്കെ കുട്ടി ഉറങ്ങുന്ന ഇവിടെ പറയണേ. ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടില്ല അല്ലേ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും അങ്ങനെ ഇവിടെ ഒന്നും വെള്ളത്തിൻ്റെ ഒന്നും വലിയ പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ വയനാട് ആ ഒരു ദുരന്തം നടന്ന സ്ഥലത്തോട്ട്. നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, എന്നും എല്ലാ ദിവസവും നമ്മൾ പറയേണ്ട അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താന്ന്. നമുക്കതല്ലാതെ ഇനി വേറെ എന്താണ് ചെയ്യാൻ പറ്റുക. പിന്നെ നമുക്ക് സഹായങ്ങൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മളും ചെയ്യുന്നുണ്ട്. പിന്നെ അതൊന്നും വീഡിയോ എടുക്കണില്ല എന്നുള്ളൂ. പിന്നെ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഓരോ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ആളുകൾ തിരിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് സ്കാൻ കാർഡും കാര്യങ്ങളും ഇട്ടിട്ട് ആളുകളിലോട്ട് എത്തിക്കാന്നുള്ളത് അതും ചെയ്യുന്നുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മുടെ ഫാമിലി മാക്സിമം ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങളെയും കൊണ്ട് പറ്റുന്നത് നിങ്ങളും ചെയ്തു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മുടെ മോളുമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളും പിന്നെ കുറേ കമൻസ് ഉണ്ട്, മോൾക്ക് എന്താ കണ്ണെഴുതി കൊടുക്കാത്തത്. അപ്പോൾ ഇന്ന് കുട്ടിയുടെ ജസ്റ്റ് ഒരു മേക്ക് ഓവർ നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ്. അതിൻ്റെ ഇടയിൽ ഇവൾക്കൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത്. ഏതാ ക്ലാസ്? ഇന്റർവെൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുട്ടിയുടെ മേക്ക് ഓവർ കാണാം ഗൈസ്. അപ്പോൾ എന്തായാലും അലമോള് വേറൊരു സംഭവം കൂടി, ഇന്നക്ക് അലമോൾക്ക് എത്രയായി? 2 മാസം തികയാണ് ഗൈസ്. ഇന്നൊക്കെ നമ്മുടെ അലമോൾക്ക് 2 മാസം തികയാണ്. 60 ദിവസമായി. ഇൻഷാ അല്ലാഹ് ഇനി ഒരു 30 ദിവസം കൂടി കഴിഞ്ഞാലും ന്യൂ ബേബി ന്യൂ ഹോമിലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പുതിയ വീട്ടിലോട്ട്, അല്ലെങ്കിൽ പഴയ വീട്ടിലോട്ട് പോയിട്ട് പിന്നെ പുതിയ വീട്ടിലോട്ട്. ഇൻഷാ അല്ലാഹ് പുതിയ വീട്ടിലോട്ട് പോകണമെങ്കിൽ ഞാൻ പറഞ്ഞു, അപ്പോൾ മഴ കാരണം പണികളും കാര്യങ്ങളും എല്ലാം പാടെ ഒരുമിച്ച് എത്താത്ത ഒരു സിറ്റുവേഷൻ ഇങ്ങോട്ട് ഉള്ളതുകൊണ്ടാണ് അത് മുന്നോട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ ഓരോ സ്റ്റെപ്പ് ചെയ്യാച്ചിട്ടാണ്. നമുക്കെല്ലാം ചെയ്യാം, അതിനനുസരിച്ച് നമ്മൾ ഫിനാൻഷ്യലി നമ്മൾ അവിടെ നിന്നൊക്കെ റെഡിയാക്കണമെങ്കിൽ പിന്നെ അത് വീട്ടാനുള്ള ഓട്ടത്തിലാവും. നമുക്ക് ഇരിക്കുമ്പോൾ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റണം എന്നുള്ള. അപ്പോൾ ഉള്ള പെരയിൽ കഞ്ഞിയാണ് അല്ല, ഉള്ള പെരയിൽ വെള്ളമാണെങ്കിലും നമുക്ക് സമാധാനമുണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും വലിയ പെര വെച്ച് അത് കുറേ ബാധ്യതകൾ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു പരിമിതി ഉണ്ടല്ലോ. അപ്പോൾ എല്ലാം പാടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഇരിക്കാൻ ഒരു സമാധാനം കൂടി വേണം. നമുക്ക് ഭക്ഷണം ഇല്ലെങ്കിലും ഇതില്ലെങ്കിലും സമാധാനം പെരയിൽ മസ്റ്റാണ്. ഇതെന്താ തടി വെക്കാത്തതെന്നോ? ഐ ഡോണ്ട് നോ. അല്ല, ഒരു കണക്കിന് തടി വെച്ച് ഉറക്കാൻ നടക്കുന്നവരെ ബുദ്ധിമുട്ടാണ്. പിന്നെ എന്താ വെച്ചാൽ ഒന്ന് നിങ്ങൾക്ക് അറിയാം, ഒരു ടൈമിൽ ഉപ്പാന്റെ ഹോസ്പിറ്റൽ കേസ്, ഒരു സമാധാനം വേണ്ട നമുക്ക് ഭക്ഷണം കഴിച്ച് നന്നാവണമെങ്കിൽ. അങ്ങനൊക്കെ ഓരോരോ ബുദ്ധിമുട്ടുകൾ. പിന്നെ അതായത് ഭക്ഷണം കഴിക്കേണ്ട ടൈമില് ഓൾക്ക് എന്താണ് അവിടുന്ന് ഓല തന്നെ പറഞ്ഞു എല്ലാരും ഒന്ന് മിനിങ്ങിട്ടായിരുന്നു പോവുക. പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ഡിപ്രഷൻ സ്റ്റേജ് ആയിപ്പോയി. ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടേ വേഗം പാട്ടോ. കുറേ കുട്ടികളുണ്ട് അപ്പുറത്തും ഇപ്പുറത്തേക്ക്. അപ്പം എന്തായാലും സിനി അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. So today we are going to discuss the topic on how to control the classroom. So you can write the heading classroom management tips for teachers. മാം, നമ്മൾ ക്ലാസ് റൂം മാനേജ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഷോർട്ട് ടിപ്പ് പറഞ്ഞുതരോ? Oh yes dear, you have asked a very good question. Okay. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ. കാരണം ഞാൻ ഇതിൻ്റെ മുന്നേ കുറേ വീഡിയോസിലും പിന്നെ എൻ്റെ ഡേ മൈ ലൈഫ് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടീം ഇൻ്റർവെല്ലിൻ്റെ ECPC, അതായത് ഏർലി ചൈൽഡ്ഹുഡ് പ്രിപ്പറേറ്ററി കോഴ്സ്, ഒരു മോണ്ടിസോറി ഡിപ്ലോമ കോഴ്സാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊരു 1 ഇയർ കോഴ്സാണ്. 6 മാസത്തെ ക്ലാസ്സും 6 മാസത്തെ ഇൻറ്റേൺഷിപ്പും, അതായത് പ്രൊഫഷണൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻറ്റേൺഷിപ്പാണ് വരുന്നത്. ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും നമുക്ക് മെസ്സേജ് ആയിട്ടും DM ആയിട്ടും കമൻസ് ആയിട്ടൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ശരിക്കും ഈ ഒരു ക്ലാസ് എങ്ങനെയാണ്, ഓക്കെ ആണോ, ഇത് കഴിഞ്ഞാൽ നമുക്ക് പ്ലേസ്മെൻറ്റ് ഉണ്ടോയെന്നൊക്കെ. ഇതൊരു 100% പ്ലേസ്മെൻറ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മലബാർ ഏരിയ ആയതുകൊണ്ട് തന്നെ 18 വയസ്സിലൊക്കെ കല്യാണം കഴിപ്പിച്ച്, അതായത് പഠിക്കുന്ന ടൈമിൽ തന്നെ കല്യാണം കഴിപ്പിച്ച് നമുക്ക് നമ്മളെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിലൊതുക്കി ജീവിക്കുന്ന ഒരുപാട് ഗേൾസ് ഉണ്ട്.
അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കോഴ്സാണിത്. അതായത് നമ്മൾ സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആവാനും സ്വന്തമായിട്ട് ഏൺ ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് 2 പേർക്കും ജോബ് ഉണ്ടെങ്കിൽ തന്നെ മുന്നോട്ട് പോവുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫാമിലിക്കോ പേരൻസിനോ ഹസ്ബൻഡിനൊക്കെ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുകയെന്ന് വരികയാണെങ്കിൽ നല്ലൊരു കാര്യമല്ലേ. അതുമാത്രമല്ല ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമ്പം കുട്ടികളായിട്ടായിരിക്കും നമുക്ക് ഡീൽ ചെയ്യാനുണ്ടാവുക. അതായത് നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരായിട്ട് ചിരിച്ച് കളിച്ച് നിൽക്കുമ്പോൾ നല്ലൊരു ഇതല്ലേ. അതായത് ടീച്ചിങ് പ്രൊഫഷൻസ് താല്പര്യമുള്ളവർക്ക് കുട്ടികളായിട്ടൊക്കെ ചിരിച്ച് കളിച്ചിരിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു കോഴ്സാണിത്. ഒരു ഓൺലൈൻ കോഴ്സാണ്, പക്ഷേ ഇൻ്റർനാഷണലി വാലിഡ് സർട്ടിഫിക്കറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഉപകാരം ഉണ്ട് കേട്ടോ ഇതിൽ. കാരണം ഞാനിപ്പോൾ ഡെലിവറി കഴിഞ്ഞ് എടുക്കാനുണ്ട് തന്നെ എനിക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര ക്ലാസ് പോയി അറ്റൻഡ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് നല്ല ഉപകാരമാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ക്ലാസ് സ്കിപ്പ് ചെയ്യേണ്ടി വന്നാൽ അത് അവർ കവറപ്പ് ചെയ്തു തരും. പിന്നെ ട്യൂട്ടേഴ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ ക്ലാസ് നമുക്ക് ഭയങ്കര രസമായിരിക്കും. പിന്നെ നമ്മൾ കളിച്ച് വളർന്നൊരു കൾച്ചറല്ലല്ലോ ഇപ്പോഴത്തെ മക്കൾക്കുള്ളത്. നമ്മൾ അവരോട് നല്ല ഫ്രണ്ട്ലി ആയി നിന്നാൽ തന്നെ അവരെ കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് ഷെയർ ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനൊരു ടീച്ചർ ആവുകയാണെങ്കിൽ അവരെ ഫേവറേറ്റ് ടീച്ചർ ഞാനാവണം എന്നുള്ളൊരു വാശി എനിക്കുണ്ട്. അപ്പോൾ ഇതിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, ചൈൽഡ് സൈക്കോളജി ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതായത് ചൈൽഡ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളോട് എങ്ങനെ ഡീൽ ചെയ്യണം, അവരോട് എങ്ങനെ സംസാരിക്കും, അവരുടെ ഫ്രണ്ടായിട്ട് നിന്നിട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ മനസ്സിലാക്കണം, ഇതൊക്കെ അറിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാനൊരു ഉമ്മയാണ്, എനിക്ക് ഭയങ്കര എഫക്റ്റീവും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടും തോന്നി സത്യം പറഞ്ഞാൽ. ഇനിയിപ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ എൻ്റെ കുഞ്ഞിനെ വളർത്തി കൊണ്ടുവരുന്ന സമയത്തും എനിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ബേബിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കോഴ്സ് ഒരു പ്രൊഫഷണൽ ടീച്ചർ ആവുന്നതിലുപരി പേഴ്സണലി നല്ലൊരു പേരൻ്റ് ആവാം എന്നതിനും കൂടി പറ്റിയിട്ടുള്ളൊരു കോഴ്സാണ്. ഇതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ഒരു ഡിഗ്രി ഡിപ്ലോമ കംപ്ലീറ്റ് ആർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു കോഴ്സാണ്. ഇനിയിപ്പോൾ ഇതൊന്നും അല്ല, ശരിക്കും ടീച്ചറാകാൻ വേണ്ടിയിട്ട് BEdും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അപ്പോൾ ട്രെയിനിങ് ഒക്കെ ചെയ്യാനുണ്ടാവുമല്ലോ. കുറേ കാലത്തിന് ശേഷം ട്രെയിനിങ് ചെയ്തോൽക്കാണല്ലോ നല്ലൊരു ടീച്ചറാകാൻ പറ്റുക. 30 പേരൊക്കെ ഉള്ള ഒരു ക്ലാസ് റൂം ആണെങ്കിൽ ആ ഒരു 30 പേരെ നമുക്ക് വ്യത്യസ്ത രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. അപ്പോൾ നമ്മളൊക്കെ വളർന്നു വന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. എങ്ങനെ കുട്ടികളെ മനസ്സിലാക്കണം, എങ്ങനെ അവരോട് പെരുമാറണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവർക്ക് തന്നെ വേറൊരു കോഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയും. ഡിഗ്രി BEd ഒക്കെ കഴിഞ്ഞവർക്കുള്ള ഒരു 6 മാസത്തെ കോഴ്സാണ് ഇട്ടത്. 3 മാസത്തെ ട്രെയിനിങ്ങും അതുപോലെ തന്നെ 3 മാസത്തെ ഇന്റേൺഷിപ്പും. അതും ഇന്റേൺഷിപ്പ് സ്റ്റേറ്റ്മെൻറ്റോട് കൂടിയാണ് കേട്ടോ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതും 100% പ്ലേസ്മെൻറ്റോട് കൂടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ അറ്റൻഡ് ചെയ്യുന്ന ഇവരുടെ തന്നെ ECPC കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇവരുടെ തന്നെ ഫോമിൽ എനിക്ക് 100% പ്ലേസ്മെൻറ്റ് അഷ്വർ ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പുറത്തൊക്കെ പോകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള അസിസ്റ്റൻസും ഇവർ തന്നെ ചെയ്തു തരും കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള സീഡ് സർട്ടിഫിക്കറ്റാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇവരുടെ ലിറ്റിൽ ജീനി എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സ് ഉണ്ട്. ചെറിയ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള 3 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള pre-KG അതുപോലെ തന്നെ കിൻഡർ ഗാർഡൻ പറഞ്ഞ കോഴ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇത് മാത്രമല്ല വേറെ ഒരുപാട് കോഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ ഒരുമായിട്ട് കോൺടാക്ട് ചെയ്ത് നോക്കുക. പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ താഴെ പിൻ ചെയ്തു. ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നമ്മളെ ബേബിനെ, അതായത് സിനുവിൻ്റെ ഉപ്പാൻ്റെ ഉമ്മ അല്ലേ, ഉപ്പമ്മ എന്നറിയാം, ഉമ്മമ്മ എന്നറിയാം, ഉമ്മമ്മ കുളിപ്പിക്കുമ്പോൾ കുട്ടി ഒഴിച്ച് കയറല്ല ഗൈസ്. അങ്ങനെ കുളിപ്പിച്ച് കഴിഞ്ഞ് തലയൊക്കെ തോർത്തി കൊടുത്ത പിന്നെ ആള് കുറച്ച് നേരം ഒരു കളിയാണ്. അപ്പോൾ പഠിത്തം കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ ലേഹൻ്റെ കുറച്ച് ഡേ എടുക്കാം. ഡേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കാണുന്ന ഡേ മാത്രമേ ഉള്ളൂ, പിന്നെ ഡേ എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഒന്ന് അപ്പിയിടും, അത് മാറ്റി കൊടുക്കുക. പിന്നെ കരച്ചിലാണ് എൻ്റെ കുട്ടി. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഞാൻ വരുമ്പോൾ മാത്രം ഒന്ന് കരച്ചിലുള്ളൂ. ഓക്കെ, അപ്പോൾ കഴിച്ച് നമുക്ക് നമ്മുടെ മോളെ കാണാം. അതിനു മുമ്പ് നമുക്ക് മോൾക്ക് ഒരുക്കാനുള്ളന്ന് അമ്മായി കാക്കയും കൊടുന്ന ചക്കരൻ്റെ ആൻറ്റിയോ ഇന്ന് ചക്കര ആൻറ്റി കൊടുന്ന ഡ്രസ്സാണ്. ആര്? നിജാസിന് ആപ്പാപ്പാന്നല്ലേ? ഓക്കെ, അമ്മായി കാക്ക എത്ര? അമ്മായി കാക്ക കൊടുന്നതും അമ്മായി കൊടുന്നു. ഞാൻ ഉപ്പ. എന്ത് പാപ്പേ? കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറാൻ ഞാൻ മാത്രമേ എന്റെ ഉപ്പനെ ഇപ്പാന്ന് വിളിക്കുന്നുള്ളൂ. ഞാൻ ഇനി മുതൽ അബ്ബയുടെ എന്റെ കസിന്റെ കുട്ടി. കുട്ടികളെ ഫുള്ള് അങ്ങനെ വിളിക്കുന്ന പപ്പ മമ്മ. ഇത് മാത്രം അബ്ബ നല്ലതാണ്, പപ്പ കുറച്ച് ഫാഷനാണ്. തുടങ്ങി ഇട്ടെടുത്താലോ? നിക്ക്, അതിന് ആദ്യം ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്ക്.
അപ്പോൾ കരയുന്നതിന് മുന്നേ എൻ്റെ ഡയപ്പറം കുട്ടിയാണിത് ഗൈസ്. ഡയപ്പറ അങ്ങനെ നമ്മൾ ഇതിനെന്താ പറയുക, ആ ഡയപ്പറൊക്കെ ഇട്ടുകൊടുത്ത് കൂലിയൊക്കെ കഴിഞ്ഞ് കുട്ടി വാമറ്റിൻ്റെ ലോഷൻ കുറേ നിൽക്കൂല, അതിലൊരു മുക്കല ബക്കറ്റിലൊരു മുക്കല കുട്ടി. ആ സബാമട്ട് പൗഡർ അങ്ങനെ ഇട്ടെടുക്കല്ല. ആ പിന്നെ ഓരോ ദിവസം ഓരോ മൂടാ. എനിക്കൊരു വിഷമുണ്ട്. എന്താ? ഞാൻ പ്രസവിച്ചിട്ട് ആരും എന്റെ മരി കുട്ടിന്ന് പറഞ്ഞില്ല. ആരാണിത്? എന്തേലും ഒക്കെ ഒന്ന് ഇന്റെ ഉണ്ടെന്ന് പറയായിരുന്നു നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മനസ്സിൽ വിചാരിച്ചതാവുക. രൂപന്റെ സ്വഭാവം എൻ്റെ അങ്ങനെ എങ്ങാനും ആയാൽ, അങ്ങനെ എങ്ങാനും ആയാൽ മോളാണിത്. ശുണ്ടടിയാണ് ശുണ്ടടി. ഞങ്ങള് ശിങ്കിടിയാണ് ശിങ്കിടി. ശിങ്കിടിക്ക് മുടിയൊക്കെ വന്നിക്കണം കേട്ടോ ഗൈസ്. ഈ ടൈം കൊണ്ട് നമ്മൾ 2 വട്ടം മുടി കളഞ്ഞ് ഇനി കളയണ്ട. ഇനി അതിന് മുടി വരട്ടെ. ഇതിൻ്റെ ഈ പുറത്തൊക്കെ മുടി വരാത്ത എന്താ, അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിനെ കടത്തിയിട്ടാ. അതാണെങ്കിലും ഒതുങ്ങിയിരിക്കാത്തൊരു കുട്ടി ഇവിടെ കടത്തിയാൽ അവിടേക്ക് എത്തും. ഞാൻ വരുമ്പോൾ അങ്ങനെ രാത്രി കരഞ്ഞ കേട്ടോ. ഒക്കെ ഉണ്ട് പശുവിന്, രാത്രി ഒങ്ങില്ലല്ലോ. ഓക്കെ, അപ്പം എന്തായാലും കുട്ടിക്ക് ഡ്രസ്സൊക്കെ നമ്മളിവിടെ ഇങ്ങനെ വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എന്ത് മരുന്ന്, ഇതെന്തിൻ്റെ മരുന്നാ? വിറ്റാമിനോ? ഇത് കൊടുക്കണോ? അല്ലെങ്കിലോ 1 വർഷം നമുക്ക് എത്ര ഡ്രോപ്പ്? 5 ഡ്രോപ്പോ? 0.5 ml കൊടുക്കണം. ഇതൊക്കെ എന്താ ഡ്രസ്സോ? ടവലുകൾ ഗൈസ്. അങ്ങനെ കൺമശി ആദ്യമായിട്ടാണ് അലേഹ വരക്കാൻ പോകുന്നത്. എന്ന് വീഡിയോ എടുക്കുമ്പോ ഒരു കാര്യം എന്താന്ന് അറിയോ, ഇവള് വല്ലാതെ മേക്കപ്പ് ചെയ്യലില്ല. അതിച്ചിട്ട് കുട്ടീനെ അങ്ങനെ ചെയ്യിക്കുന്നില്ല. കണ്ണിന്റെ എന്താ അറിയോ, തെറ്റായ കുറെ ധാരണകളുണ്ട്. എന്ത് കണ്ണ് വരച്ചു കൊടുത്താലേ കറുക്കുള്ളൂ. ഡോക്ടേഴ്സിനോട് ചോദിച്ചപ്പോ ഇതൊക്കെ രോമാണ് കേട്ടോ. അല്ലാതെ ഇതൊക്കെ നമ്മളെ ജീവനനുസരിച്ച് നെറ്റിയിലൊക്കെ രോമം എൻ്റെ കുട്ടിക്ക്, എനിക്കറിയില്ല. നെറ്റിയിലും മുഖത്തൊക്കെ എൻ്റെ രോമക്കുട്ടിയാണ് ഇത്. രോമക്കുട്ടി മതി. ഇനി കുറച്ചേരം കളക്ക് താഴ് കേട്ടോ. കടത്തിയില്ലേ ഇപ്പൊ തുടങ്ങും. 0.5 ml എടുത്തു കഴിഞ്ഞാല് കുട്ടി ഉറങ്ങും. ഇത് ഉറക്കൂല. ഇതൊന്നല്ലല്ലോ, ഉറങ്ങൊന്നുമില്ല. അത് വലിച്ചു നീട്ടി ഉള്ളട നീട്ടിക്കൂടി അറിയില്ല. 5 ml പറഞ്ഞാല് അത്യാവശ്യം ഉണ്ടല്ലോ. 6 ആയി കൂടിയ പ്രശ്നമുണ്ടോ? എന്താ നിങ്ങൾക്ക് ഞാൻ 4 മാസത്തിന് കൂടെ ഇഷ്ടേ അല്ല വിറ്റാമിൻ്റെ 0.5 ml അങ്ങനെ നിങ്ങൾ കൊടുക്കണ്ട. നിങ്ങളൊറ്റ നക്കലേക്കൂ. നമുക്കൊക്കെ ജനിക്കുമ്പോ തന്നിക്കണോ? അന്നത് കൊടുത്താലാ പ്രശ്നവും. എനിക്ക് തരാത്തോണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല. മാനസികത്തിനില്ലല്ലേ, ഇത് വൈറ്റമിൻ ഡി ആണ്, വെയില് കിട്ടാത്തോണ്ട്. മകളെ കുട്ടിയാണ്. ഒരു കുന്നേരം ഞാനൊരു കാര്യം പറയട്ടെ. കുട്ടിക്കില്ല. ഞാനൊരു കാര്യം പറയട്ടെ. കുട്ടികളൊപ്പം ഞാനും ഉറങ്ങണേ. കണ്ണടക്ക്. എന്റെ കണ്ണുമ്പൊക്കെ നോക്കുമ്പോഴാണ് ഓളെ കണ്ണു തുറക്കണേ. ഭയങ്കര ടാസ്കല്ലേ മക്കളെ ഈ പ്രായത്തില്. നമുക്കൊന്ന് ചൂടാവാനും പറ്റൂല. ക്ഷമ എന്നുള്ള 2 അക്ഷരം പഠിക്കണമെങ്കിൽ ഒരു കുട്ടി ജനിച്ചാൽ മതി. പക്ഷെ വേറെ രസമുണ്ട് യൂഫിലെ. അപ്പോൾ കുട്ടികൾ ഇല്ലാത്തൊരവസ്ഥ ചെന്ന് ആലോചിക്കുമെന്ന് പറയും. ഇതൊക്കെ എല്ലാവർക്കും ഒക്കെ ശരിയാവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കുട്ടികളെ രാത്രി ഒന്നും ഉറക്കലാഞ്ഞിട്ട് എന്തോ പറയണം നോക്കുന്നിട്ട് ഇതിന്റെ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞാൽ പാവം ഒരു സാധനം. എന്നിട്ട് എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ പാവാണ്. അതിനെ അറിയേണ്ട ബുദ്ധി വെച്ചിട്ടില്ലല്ലോ. ബുദ്ധി വെച്ചേക്കാണെങ്കിൽ
എന്റെ സ്വഭാവം ശരിക്കും അറിയും കേട്ടോ. കൊടുക്കണ എന്താന്നറിയോ? നമ്മള് ഒട്ടിക്കണ അല്ല ഞാനിപ്പോ എന്താ വെച്ചാൽ നല്ല ഇഷ്ടായി, നമുക്ക് നല്ല ഇഷ്ടായി. നമ്മള് വീട്ടിൽ നിന്ന് ഉപയോഗിക്കാനല്ല, നമ്മളത് പുറത്തൊക്കെ പോകുമ്പോ ഉപയോഗിക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മളൊന്ന് ഏതായാലും പുറത്ത് പോവാത്തോണ്ട് വീഡിയോ എടുക്കുമ്പോ ഒരു നല്ലൊരു പൂമ്പാറ്റൊക്കെ ഉള്ള അമ്മായിക്കാക്കി അമ്മായിയും കൊടുന്ന കുട്ടീന്റെ ആന്റിയും കുഞ്ഞൊന്നും ഇല്ല ഇവിടെ. അമ്മായിക്കാക്കി അമ്മായിയും കൊടുന്ന കുട്ടീന്റെ ഉടുപ്പ് നമ്മൾ ഇടും കേട്ടോ. 98 28 ഒക്കെ ഞങ്ങൾ അതാടുള്ളൂ കുട്ടിക്ക്. കുട്ടീനെ നമ്മൾ ഇംഗ്ലീഷ് മീഡിയമാണ് ചേർത്തണെങ്കിൽ കുട്ടി അമ്മ, കുട്ടീനെ നമ്മൾ മലയാളം മീഡിയത്തിൽ ചേർത്താനുള്ള സാഹചര്യമാണ് ഈ കുട്ടി ഉപ്പ. കുട്ടീനെ നമ്മൾ ഹൈ ലെവലിൽ പഠിപ്പിക്കുകയാണ് ഈ കുട്ടി പപ്പ. എന്റെ ഉമ്മനെ മമ്മി എന്ന് വിളിച്ചായിട്ടോ കേട്ടോ. മമ്മി എന്നെ ശവന്നാ എനിക്കറിയില്ല. അത് കുറെ ദിവസം അതിന്റെ പേരെ കൂടുന്നു. ഇജ്ജ് മമ്മീന്ന് വിളിപ്പിച്ചടി. മമ്മി കുട്ടി ഉമ്മനെ മമ്മി എന്ന് വിളിച്ചോ, പ്രശ്നമല്ല കേട്ടോ. പാപ്പനെ എന്തും വിളിച്ചോ കേട്ടോ. എന്താണ് വിളിക്കാൻ തോന്നുന്നത്, നമുക്ക് എന്താണ് പറ്റുന്നത് അത് വിളിച്ചോ. അല്ലാതെ എന്റെ ഉമ്മന്റെ വാക്കൊന്നിച്ച് കേക്കണ്ട. ഇനി അങ്ങനെ കടുത്താന്ന് കണ്ടോ. നിങ്ങൾ ഇട്ടെടുക്കും ഉടുപ്പൊക്കെ ഇട്ടെടുക്കോ. ഭയങ്കര ടാസ്കാണ്. ചെറിയ കൊച്ചിന്ന് കൊയിലാണ്ടിക്ക് പോകുന്നുണ്ട്. ഏത് നിമിഷവും പൊട്ടാം. നടക്കോ വല്ലതും. ഞങ്ങൾ വീഡിയോ മാറ്റി. അനക്ക് റഡാർ സിസ്റ്റം വല്ലതും വെച്ചാൽ നിൽക്കണം. പിന്നില് നിലത്ത് കിടക്കുമ്പോഴേക്ക് അറിയണേ. കണ്ണിൽ ഉറക്കുണ്ട്, പക്ഷെ ഉറങ്ങൂലെന്നിട്ട് തീരുമാനിച്ച എന്താ ചെയ്യാ മനുഷ്യൻ. അന്റെ കഴിഞ്ഞില്ലേ ഉറക്കം ഉറങ്ങി തീർത്ത് നീച്ച്. ഇനിയിപ്പൊ കരഞ്ഞാലും പാടില്ലാച്ചിട്ട് കണ്ണെഴുതി കൊടുക്കണ്ട സീൻ. കുറച്ച് മതി കേട്ടോ, ആർഭാടം വേണ്ട എന്റെ കുട്ടിക്ക്. മതി മതിന്നേ. സുന്ദരി എന്റെ കുട്ടിയുടെ മേക്ക് ഓവറാണ്. എന്റെ കണ്ണ് കുത്തി പൊട്ടിക്കോ. അല്ലാ എന്താ അത് കാട്ടണേ. അത് പൊട്ടിച്ച് വെടി പൊട്ടിച്ച് മക്കളെ. സംഭവം നല്ല കട്ടിയിൽ വരക്കാൻ എല്ലാരും പറയും, അറിയാം. പക്ഷെ വേണ്ടായിട്ടാ കട്ടി വെച്ച ദൂരം പോലെ. അണക്ക് മേക്കപ്പ് ചെയ്യ, എന്റെ കുട്ടിക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റൂല. രസണ്ടല്ലോ. ഇപ്പോഴാണ് അതൊരു ശിങ്കടി അയക്കണത്. വേണ്ട മായ്ക്കല്ലേ. പിള്ളേച്ച 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 ഈ കിണ്ടി എവിടെയുള്ളത്? വേണ്ട, ഇത് പിള്ളേച്ച കുട്ടിയായി. ഹായ്, എന്റെ കുട്ടി പിള്ളേച്ചനാണ് കേട്ടോ. ഓക്കളെ കുണി കുണി കുണി. ഇനി നമ്മളെ അടുത്തത് നമ്മള് പിള്ളേച്ചൻ എന്താക്കും, പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഇതാക്കണ്ട, ഞാനാക്കിക്കൊണ്ട് നമ്മളാക്കും. ആ പൗഡർ തുടച്ചു കൊടുക്ക്. അങ്ങനെയൊന്നല്ല, അപ്പൊ വൃത്തിക്കാക്കി കൊടുക്ക്. കുറച്ചുകൂടി കട്ടിയില് എങ്ങനെ അങ്ങോട്ട് വരക്കണം. നിന്റെ കുട്ടിക്ക് അമ്മായിക്കാക്കി കൊടുന്ന കുപ്പായിട്ട് കൊടുത്താ. അതന്നെ അതന്നെ. എന്നിട്ട് അന്നൊന്ന് മേക്ക് ഓവർ ചെയ്തിട്ട് ഞാൻ കാണട്ടെ. ഓക്കെ ഓക്കെ ഗൈസ്. ബേബി സുന്ദരി ബേബിയായി 2 മാസമായ കുട്ടി ഇതാ അമ്മായിക്കാക്കിയും കൊടുന്ന കുപ്പായൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കടുക്കുകയാണ് കുട്ടി. ഏതാ അല്ലേ? ഹായ് ഹായ്. ഒരുവിധം ടാസ്ക് ആയിരുന്നു, നമ്മളതെല്ലാം കഴിഞ്ഞ് അല്ലേ? അല്ല അല്ല ശിങ്കടി ശിങ്കടി അവിടെ
ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ അലയുടെ ഒരു മേക്ക് ഓവർ കഴിഞ്ഞു. വലിയ ആർഭാട് മേക്കപ്പ് ഒന്നുമില്ല. കുട്ടിയുടെ നമ്മൾ സ്വർണ്ണം കെട്ടിയതൊക്കെ ഊരി വെച്ചിട്ട് കേട്ടോ അല്ലേ, ഒക്കെ ലൂസാണ്. പിന്നെ എന്താണ് എണ്ണ തേപ്പിക്കണോണ്ട് അല്ലേ. തുടങ്ങി. അപ്പോൾ ഗൈസ് എന്തായാലും ഇത്രയുള്ള വീഡിയോ. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ പോവുക. അസ്സലാമു അലൈക്കും.